നമസ്കാരം. ഒരു ദിവസത്തെ സമഗ്ര വാർത്തകളുമായി ഒരു കപ്പ് വാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. തലസ്ഥാനം അടച്ചു. നഗരസഭയിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ. ജനങ്ങൾ പുറത്തിറങ്ങരുത്. അവശ്യ സാധനങ്ങൾക്ക് പോലീസിനെ വിളിക്കാം. സംസ്ഥാനത്ത് സമൂഹവ്യാപനമോ? ആശങ്ക കൂട്ടി സമ്പർക്ക രോഗികൾ. കൊച്ചിയിലും കോഴിക്കോട്ടും കടുത്ത നിയന്ത്രണം. ഒരു കോവിഡ് മരണം കൂടി. പിടിവിടാതെ കോവിഡ്. ലോകത്ത് 1,15,00,000 രോഗികൾ. ഇന്ത്യയിൽ 6,74,000 കടന്നു. മഹാരാഷ്ട്രയിൽ മാത്രം 2,00,000 രോഗികൾ. വിപ്പ് നൽകാൻ അധികാരമാർക്ക്? കേരള കോൺഗ്രസ് തർക്കത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം നാളെ. അവിശ്വാസത്തിന് ജോസഫ് വിഭാഗത്തിന്റെ നീക്കം. ഇടുക്കിയിൽ നിശ പാർട്ടി നടത്തിയ ക്രഷർ യൂണിറ്റ് പ്രവർത്തിച്ചത് സർക്കാർ ഭൂമിയിൽ. പ്രവർത്തനം നിർത്തണം എന്ന കളക്ടറുടെ റിപ്പോർട്ടും അവഗണിച്ചു. പാറഖനനത്തിനും നീക്കമെന്ന് നാട്ടുകാർ. തലസ്ഥാനം അടച്ചു. തിരുവനന്തപുരം നഗരത്തിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിലവിൽ വന്നു. സമ്പർക്കത്തിലൂടെ കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ഒരാഴ്ചത്തേക്കാണ് ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത്. സെക്രട്ടേറിയറ്റും സർക്കാർ ഓഫീസുകളും അടഞ്ഞുകിടക്കും. ആശുപത്രികൾ ഉൾപ്പെടെ അവശ്യ സർവീസുകൾ മാത്രമേ പ്രവർത്തിക്കൂ. പൊതുഗതാഗതം ഉണ്ടാവില്ല. റോഡുകൾ എല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. അവശ്യ സാധനങ്ങൾ വീട്ടിലെത്തിക്കാൻ പോലീസ് സംവിധാനം ഏർപ്പെടുത്തും. ഇന്നലെ ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ച 27-ൽ 22 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. ഇതിൽ 14 പേർക്കും രോഗം എവിടെ നിന്ന് എത്തി എന്നത് വ്യക്തമല്ല. ഒരു മാസത്തിനിടെ ഉറവിടമറിയാത്ത 30 കേസുകളാണ് ജില്ലയിൽ ഉള്ളത്. കോവിഡ്-19 മഹാമാരി സംബന്ധിച്ച് തിരുവനന്തപുരം ജില്ല വളരെ ഒരു ഹൈ അലേർട്ട് സ്റ്റേജിൽ എത്തിയതാണ്. ഡിസീസിൻ്റെ ട്രെൻഡ് നോക്കുമ്പോൾ ഇപ്പോൾ കൂടുതൽ കർശനമായ നടപടികളുടെ ആവശ്യമാണ്. ആയതുകൊണ്ട് 6 മണി മുതൽ ഒരു ആഴ്ച കാലത്തേക്ക് തിരുവനന്തപുരം നഗരത്തിൽ പൂർണ്ണമായ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നു. ഈ ലോക്ക്ഡൗൺ പീരീഡിലെ എസെൻഷ്യൽ സർവീസസ്, ആവശ്യ സേവനങ്ങൾ മാത്രമേ പാടുള്ളൂ. VS അനുവും നഗര അതിർത്തിയായ വഴയിലയിൽ നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ആദ്യം അനുവിലേക്ക്. അനു, രാവിലെ 6 മണി മുതൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ നഗരത്തിലെ 100 വാർഡുകളിലും നിലവിൽ വന്ന സാഹചര്യം എങ്ങനെയാണ്? പൊതുവെയുള്ള ഇപ്പോൾ ഏറ്റവും പുതിയ കാഴ്ചകൾ. രഞ്ജിത്ത്, 6 മണി മുതൽ തന്നെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ നടപ്പിലാക്കി തുടങ്ങിയിരിക്കുന്നു. 6:30 കൂടിയാണ് പോലീസ് കർശനമായ പരിശോധന ആരംഭിച്ചത്. ആദ്യ നിമിഷങ്ങളിൽ പോലീസ് ഡ്യൂട്ടിക്ക് എത്തുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ 7 മണിയോടുകൂടി കൃത്യമായ പരിശോധന പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. റോഡിലെത്തുന്നവർ എവിടെയാണ് പോകുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ചോദിച്ചറിയുന്നുണ്ട്. യാതൊരു കാരണവശാലും ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങരുത് എന്ന ഒരു കർശന നിർദ്ദേശം തന്നെയാണ് പോലീസ് നൽകുന്നത്. ഏതായിരുന്നാലും രാവിലെ മുതൽ തന്നെ പോലീസിന്റെ പരിശോധന ശക്തമായിരിക്കുന്നു. നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ഉറവിടമറിയാത്ത കേസുകളുടെ എണ്ണം കൂടുന്നത് തന്നെയായിരുന്നു ഏറ്റവും ആശങ്കാജനകമായതും. ഇന്നലെ 27 കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൽ 22 എണ്ണവും സമ്പർക്കം മൂലമായിരുന്നു. അതിൽ 14 കേസുകൾ ഉറവിടമറിയാത്ത കേസുകൾ. ഇത് തന്നെയാണ് പെട്ടെന്നൊരു ട്രിപ്പിൾ ലോക്ക്ഡൌൺ എന്ന ഒരു സംവിധാനത്തിലേക്ക് നഗരത്തെ എത്തിക്കുന്നതും. അതേസമയം ചില ആശങ്കകൾ സാധാരണക്കാരെ സംബന്ധിച്ചുണ്ട്, പ്രത്യേകിച്ച് ഈ അവശ്യ സാധനങ്ങൾ വാങ്ങുന്നതുമായൊക്കെ ബന്ധപ്പെട്ട്. ഇതിന് കൃത്യമായ ഒരു സംവിധാനവും ജില്ലാ ഭരണകൂടവും പോലീസും ഒരുക്കിയിട്ടുണ്ട്. അതായത് 5 നമ്പറുകൾ നൽകിയിട്ടുണ്ട്. ഇത് അതായത് കൺസേൺ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുത്തി ഇത് കൺട്രോൾ റൂമിലേക്ക് നമുക്ക് ഏതെങ്കിലും അവശ്യ സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ആ നമ്പറുകളിലേക്ക് ബന്ധപ്പെടുക. അതിനുശേഷം ഏത് സ്റ്റേഷൻ പരിധിയിലാണോ ഇയാൾ വിളിച്ചത് ആ സ്റ്റേഷനിലേക്ക് ഈ മെസ്സേജ് പാസ് ചെയ്യും. അവിടെ നിന്ന് പോലീസുകാർ ഈ സാധനങ്ങൾ വാങ്ങി വീട്ടുകാർക്ക് നൽകും എന്നുള്ളതാണ് നിലവിൽ പ്ലാൻ ചെയ്യുന്ന
പദ്ധതി. പക്ഷേ ഇത് എപ്രകാരം നടപ്പിലാകും എന്ന കാര്യത്തിലൊക്കെ ചില ആശങ്കകളുണ്ട്. കാരണം പ്രത്യേകിച്ച് ഓരോ സ്റ്റേഷൻ പരിധിയിലും നൂറുകണക്കിന് വീടുകളാണ് ഉള്ളത്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഏത് തരത്തിൽ അത് മുന്നോട്ട് വരുന്ന മണിക്കൂറുകളിൽ മാത്രമേ ആ ഒരു പ്രവർത്തനത്തിന് എത്രമാത്രം മികവുറ്റതാണ് അതായത് ഈ അവശ്യ സാധനങ്ങൾ ഒരു പ്രദേശത്ത് ഒരു കട മാത്രം തുറക്കും എന്ന് പറയുമ്പോഴും ഈ അവശ്യ സാധനങ്ങൾ വാങ്ങാൻ ജനങ്ങൾക്ക് പുറത്തിറങ്ങാനാകില്ല. അത് പൂർണ്ണമായും പോലീസ് എത്തിക്കും. അങ്ങനെയാണോ? അത് പ്രായോഗികമായി നടക്കുന്ന കാര്യമാണോ? അത്ര വിപുലമായ രീതിയിലുള്ള സംവിധാനങ്ങൾ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ടോ? രഞ്ജിത്ത്, അവിടെയാണ് ചെറിയൊരു സംശയവും ആശങ്കയും നിലനിൽക്കുന്നത്. കാരണം പ്രത്യേകിച്ച് ഇന്നലെ ആണ് ഈ രാത്രിയോട് കൂടിയാണ് ട്രിപ്പിൾ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ വൈകിട്ട് തന്നെ ഈ 7 മണിക്ക് തന്നെ സാധാരണ ഈ നഗരത്തിലെ കടകളൊക്കെ അടക്കുന്ന സാഹചര്യം. അതിനുശേഷമാണ് ഈ ട്രിപ്പിൾ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ ഈ സാധനങ്ങളൊക്കെ വാങ്ങുന്നതിൽ ചെറിയ അല്ലെങ്കിൽ അത്തരം ഈ വീട്ടുകാർ ഈ സംഭരിക്കുന്നതിനൊക്കെ ഒരു സമയം അവർക്ക് ലഭിച്ചിരുന്നില്ല. പക്ഷേ ആ ഒരു പ്രശ്നത്തെ, ആ ഒരു ആശങ്കയും ഒരു തരത്തിലും ബാധിക്കില്ല, ആ ഒരു ആശങ്ക ബാധിക്കില്ല എന്ന ആത്മവിശ്വാസമാണ് പോലീസിന്റെ ഉന്നത നേതൃത്വങ്ങൾ നമ്മോട് വ്യക്തമാക്കുന്നത്. പോലീസ് ഏത് ആവശ്യത്തിനും പോലീസിനെ ബന്ധപ്പെടാം, ഒരു തരത്തിലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നുള്ള ഒരു ഉറപ്പാണ് പോലീസ് നൽകുന്നത്. പക്ഷേ നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു സ്റ്റേഷൻ പരിധിയിൽ ആയിരക്കണക്കിന് 1000-ഓളം വീടുകളുള്ള സ്റ്റേഷൻ പരിധി പോലും തിരുവനന്തപുരം ഈ നഗരത്തിനകത്ത് ഉണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ ഒരു സംവിധാനം എത്രമാത്രം പ്രാവർത്തികമാകും എന്ന കാര്യത്തിൽ ചെറിയ സംശയങ്ങൾ മാത്രം നമുക്കിപ്പോൾ ഉന്നയിക്കാം. ഏതായിരുന്നാലും വരുന്ന മണിക്കൂറുകളിൽ അക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തതയുണ്ടാകും. ഏതായിരുന്നാലും കർശനമായ പരിശോധന തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ വെള്ളയമ്പലം ഭാഗത്താണ്. ഈ കവടിയാറിൽ നിന്ന് വരുന്ന വാഹനങ്ങളെയൊക്കെ വരുന്ന ഓരോ യാത്രക്കാരനെയും പോലീസ് തടഞ്ഞു നിർത്തുന്നു. അതിനുശേഷം എവിടെയാണ് പോകുന്നതെന്ന് പറയുന്നു. കൃത്യമായി എവിടേക്കാണ് പോകുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഇവരെ കടത്തിവിടുന്നുള്ളൂ. അവശ്യ സർവീസുകളും മാത്രമാണ് ഇപ്പോൾ ഈ ഇളവ് ഉള്ളത്. പ്രത്യേകിച്ച് മെഡിക്കൽ ഷോപ്പുകൾ, മെഡിക്കൽ ആരോഗ്യ പ്രവർത്തകർ, ഫയർഫോഴ്സ് അടക്കമുള്ള അവശ്യ സർവീസുകൾക്ക് മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഇളവുകളുള്ളത്. ഉമേഷും ചേരുന്നു വഴയിലയിൽ നിന്ന്. ഉമേഷ്, ഈ സമൂഹ വ്യാപനവുമായി ബന്ധപ്പെട്ട ഭീഷണി അതിപ്പോഴും നഗരത്തിൽ കാര്യമായി നിൽക്കുന്നു. കാരണം ഇന്നലെ 22 പേർക്ക് അത്തരത്തിൽ രോഗം സ്ഥിരീകരിച്ച പശ്ചാത്തലമൊക്കെയാണല്ലോ ട്രിപ്പിൾ ലോക്ക്ഡൌണിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഈ പൊതുവെയുള്ള വിലയിരുത്തൽ എന്താണ്? ഒരാഴ്ച ജാഗ്രത പാലിക്കുക, ജനങ്ങളെ പൂർണ്ണമായും പുറത്തിറങ്ങുന്നതിൽ തടയുക, മറ്റെന്തൊക്കെ പ്രവർത്തനങ്ങൾ, മറ്റെന്തൊക്കെ ജാഗ്രതകൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ഇതുമായി ബന്ധപ്പെട്ട്? നിലവിലുള്ള ഒരു ആക്ഷൻ പ്ലാൻ പ്രകാരം ഒരാഴ്ച പൂർണ്ണമായി നഗരം അടച്ചിടുന്നതോടുകൂടി, ആളുകൾ പുറത്തിറങ്ങാതിരിക്കുന്നതോടുകൂടി ഇത്തരത്തിൽ ആരെങ്കിലും ഒരു വൈറസ് വാഹകരുണ്ട് എങ്കിൽ പോലും മറ്റുള്ളവരിലേക്ക് വൈറസ് പകരാതെ തടഞ്ഞു നിർത്താനാകും എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് ഉള്ളത്. അതോടൊപ്പം ഈ നഗരം അടച്ചിട്ട ശേഷം വലിയ രീതിയിലുള്ള ഒരു പരിശോധന ആരോഗ്യവകുപ്പ് ലക്ഷ്യമിടുന്നുണ്ട്. അതായത് ഈ മേഖലകൾ കേന്ദ്രീകരിച്ച്, അതായത് തിരുവനന്തപുരത്ത് കണ്ടെയ്ൻമെൻറ്റ് സോണുകളുണ്ട്. പ്രധാനമായി രോഗം പകർന്ന മണക്കാട്, പൂന്തുറ, പേട്ട അടക്കമുള്ള സ്ഥലങ്ങളുണ്ട്. ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഓരോ വീടുകളും കയറി ഇറങ്ങി ഇത്തരത്തിൽ ആർക്കെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ട് എങ്കിൽ അവരെ പരിശോധിക്കാനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോഴത്തെ തീരുമാനം. അങ്ങനെ അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ അത്തരത്തിലുള്ള പരിശോധനകളോടുകൂടി ഈ ലോക്ക്ഡൗൺ നടപ്പാക്കുകയും അത്തരം പരിശോധനകൾ നടക്കുന്നതോടുകൂടിയും ഒരു പരിധിവരെ രോഗം തുടർ വ്യാപനത്തെ തടയാൻ കഴിയും എന്നാണ് കരുതുന്നത്. നിലവിൽ ആശങ്കപ്പെടുത്തുന്നത് ഇപ്പോഴും ഉറവിടമറിയാത്ത കോവിഡ് രോഗികളുടെ എണ്ണം തലസ്ഥാനത്ത് കൂടുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം 14 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ച് 22 സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ച 22 പേരിൽ 14 പേരുടെയും ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഇനി ഇവരുടെ റൂട്ട് മാപ്പ് അടക്കം പ്രസിദ്ധീകരിച്ച് ഉറവിടം തേടിപ്പോകുന്ന ഒരു സാഹചര്യം പ്രായോഗികമല്ല എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരാഴ്ച ട്രിപ്പിൾ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച് ജനങ്ങളെ പുറത്തിറക്കാതെ അല്ലെങ്കിൽ ഇനി മറ്റുള്ളവരിലേക്ക് പകരാതെ തടയുകയും ഇനി ആരെങ്കിലും രോഗലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ അവരെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയിലേക്ക് ആരോഗ്യവകുപ്പ് എത്തിയിരിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരത്തെ സ്ഥിതി ആശങ്കാജനകം തന്നെയാണ് എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പിൻ്റെ വിലയിരുത്തൽ. കാരണം തിരുവനന്തപുരത്ത് കോവിഡ് രോഗികളുടെ എണ്ണം കുറവാണ് എങ്കിൽ പോലും സമ്പർക്കത്തിലൂടെ രോഗം പകർന്നവരുടെ എണ്ണം കൂടുന്നുണ്ട്, ഉറവിടമറിയാത്ത കോവിഡ് രോഗികളുടെ എണ്ണം കൂടുന്നുണ്ട്. ഈ രണ്ട് സാഹചര്യമാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ജനിപ്പിക്കുന്നത്. ഈ സാഹചര്യങ്ങൾ ഈ രീതിയിൽ, അതായത് ഒരു ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച് അത് നടപ്പാക്കി കൂടുതൽ പരിശോധനകൾ നടത്തി അവസാനിപ്പിക്കുന്നതോടുകൂടി ഇതിന്റെ ഒരു പകർച്ച സാധ്യത അതൊരു പരിധിവരെ തടയാനാകും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. VS അനു ഒരിക്കൽ കൂടിയുണ്ട്. അനു, ഈ ഗതാഗതവുമായി ബന്ധപ്പെട്ട് ഈ മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്നവർ പൂർണ്ണമായും അത്തരത്തിൽ ഒരു വഴിയിൽ കൂടി മാത്രം പുറത്തേക്കിറങ്ങുക,
അകത്തേക്ക് കടക്കുക, അങ്ങനെയാണല്ലോ ഇപ്പോൾ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. അതെവിടെയാണ് ഇത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? അതുപോലെ ട്രെയിൻ, വിമാനം എന്നിവയിൽ യാത്ര ചെയ്യുന്നവർക്ക് പ്രത്യേക ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, നിലവിലിപ്പോൾ ഈ നഗരാതിർത്തികളിൽ എല്ലായിടത്തും പോലീസിന്റെ കർശനമായ പരിശോധന നടക്കുന്നുണ്ട്. ഇതിപ്പോൾ തിരുവനന്തപുരം നഗരത്തിലേക്ക് വരുന്നതിന് ഒരു വഴി മാത്രം തുറന്നിടും എന്നുള്ളതാണ് ഇന്നലത്തെ ഈ വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് എവിടെയാണെന്ന കാര്യത്തിൽ ഒരുപക്ഷെ ഇത് ഈ കഴക്കൂട്ടം ഭാഗത്തിനപ്പുറത്തേക്ക് അത് ആ ഒരു മേഖല മാറ്റും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ അതേസമയം ഈ കളീക്കവിള അല്ലെങ്കിൽ നെയ്യാറ്റിൻകര ഭാഗത്ത് നിന്നൊക്കെ വരുന്ന ആൾക്കാർ ആ ഭാഗത്തു നിന്നും വരും. ഇപ്പോൾ പാപ്പനംകോട് പ്രദേശത്തൊക്കെ പോലീസ് കൃത്യമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് ആൾക്കാരെ കയറ്റിവിടുന്നത്, അല്ലാത്തവരെ പറഞ്ഞേക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ രഞ്ജിത്തിന്റെ ചോദ്യത്തിന് ഒരു കൃത്യമായി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് വരുന്ന മണിക്കൂറുകൾ മാത്രമേ ഉണ്ടാകൂ. ഈ പറഞ്ഞതുപോലെ ഇന്നലെ രാത്രിയോടുകൂടി ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്നു. ഈ സാധാരണ 6:30ക്കാണ് പോലീസുകാർ ഡ്യൂട്ടിക്ക് എത്തുന്നത്, അവരോട് 6 മണിക്ക് എത്താൻ കഴിയുന്നു. അത്തരത്തിൽ ഒരു പെട്ടെന്നുള്ള ഒരു നടപടി. അതുകൊണ്ട് തന്നെ ഈ ഇതൊക്കെ നടപ്പിലാക്കുന്നതിൽ ആദ്യ മണിക്കൂറുകളിൽ ചില ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വരുന്ന മണിക്കൂറുകൾ മാറും എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോട് വ്യക്തമാക്കുന്നത്. ഏതായാലും കർശനമായ പരിശോധന തന്നെയാകും തിരുവനന്തപുരം നഗരത്തിനകത്തേക്ക് കയറുന്നതിനും പുറത്തേക്ക് പോകുന്നതിനുമൊക്കെ ഉണ്ടാവുക. അതായത് ഇപ്പോൾ ഈ പറയുന്ന മെഡിക്കൽ ആവശ്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങുന്നവർ കൃത്യമായി ഈ സത്യവാങ്മൂലം കയ്യിൽ കരുതുന്നതും ഇപ്പോൾ പോലീസ് നിർദ്ദേശിക്കുന്നുണ്ട്. VS സനവും ഉമേഷ് ബാലകൃഷ്ണനുമാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നഗരത്തിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഇപ്പോൾ 1 മണിക്കൂർ പിന്നിടുന്നു. രാവിലെ 6 മണി മുതൽ നഗരത്തിലെ 100 വാർഡുകളും പൂർണ്ണമായും അടച്ചിടുന്ന സാഹചര്യം. എറണാകുളത്തേക്ക് പോയാൽ എറണാകുളത്ത് പോലീസിന്റെ നേതൃത്വത്തിൽ കർശന പരിശോധനയാണ് നടക്കുന്നത്. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ച് പൂർണ്ണമായും അടച്ചു. സിജോ വി ജോൺ ചേരുന്നു. സിജോ, കൂടുതൽ കണ്ടെയ്ൻമെന്റ് സോണുകളിലേക്ക് നഗരം എത്തുന്നു. കൂടുതൽ നിയന്ത്രണങ്ങൾ വേണം എന്ന് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു കളക്ടർ അടക്കം. പക്ഷേ സമൂഹ വ്യാപന സാധ്യതയില്ല എന്നും പറയുന്നു. എന്താണ് ഏറ്റവും പുതിയ വിലയിരുത്തൽ നഗരത്തിലെ മൊത്തം സ്ഥിതിഗതികളുമായി ബന്ധപ്പെട്ട്? കർശനമായ പരിശോധന തന്നെയാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് വിവിധ ഇടങ്ങളിൽ കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കാലൂരാണ്. ഈ സ്ഥലത്ത് നിന്നാണ് നിരവധി ആളുകൾ രാവിലെ ജോലിക്ക് പോകുന്നത്. പ്രത്യേകിച്ച് ഇതര സംസ്ഥാനത്ത് നിന്ന് കൂട്ടത്തോടെ എത്തുന്ന ആളുകളാണ് ഇവിടെ വരുന്ന വാഹനങ്ങളിൽ കയറി ജോലിക്ക് പോകുന്ന ഒരു കാഴ്ചയാണുള്ളത്. പക്ഷേ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഇപ്പോഴും വലിയ ഒരു ആശങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ് എന്ന രീതിയിൽ തന്നെ പറയേണ്ടി വരും. കാരണം കൃത്യമായ സാമൂഹ്യ അകലം പാലിക്കണമെന്ന് നമ്മൾ നിരന്തരം ആവശ്യപ്പെടുമ്പോൾ ഉദ്യോഗസ്ഥർ അതിനുള്ള മാർഗനിർദ്ദേശം നൽകുമ്പോഴെല്ലാം തന്നെ ഇവിടെ ആളുകൾ കൂട്ടത്തോടെ വന്ന് നിൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. സാമൂഹ്യ അകലം എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം വെറും വാക്കുകളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്നതെന്ന് പറയേണ്ടി വരും. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇവരെ നിയന്ത്രിക്കുന്നതിന് ഇപ്പോൾ വലിയ രീതിയിലുള്ള പരിമിതികളുണ്ട്. കാരണം നമ്മുടെ ഇവിടെ വരുന്ന സമയം മുതൽ തന്നെ പോലീസുകാർ ഇവിടെ എത്തി ഇവരുടെ സാമൂഹ്യ അകലം പാലിച്ച് നിൽക്കണമെന്ന് നിരന്തരമായി ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പോലീസ് വന്ന് മാറുന്ന ഒരു സമയത്ത് ഇവർ വീണ്ടും കൂട്ടത്തോടെ എത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ലോക്ക്ഡൗണിൻ്റെ സമയത്തൊക്കെ ആളുകൾക്ക് കൂട്ടത്തോടെ അങ്ങനെ പുറത്തിറങ്ങുന്നതിന് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്ന ഒരു സമയത്ത് കൃത്യമായി തന്നെ ഇവിടെ ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ കാര്യങ്ങളായ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. പക്ഷേ ലോക്ക്ഡൗണിന് ശേഷം ഇളവുകൾ വന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പറയുന്നത് പോലെ ആളുകൾ കൂട്ടത്തോടെ ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കുകയും ചെയ്യുന്നത്. എന്തായാലും പോലീസ് ഇവിടെ സ്ഥലത്തെത്തി പരമാവധി ഇവരെ മാറ്റി നിർത്താനുള്ള ശ്രമങ്ങളുണ്ട്. പക്ഷേ കലൂർ പ്രദേശമാണ് ഇവിടെ ഇതര സംസ്ഥാനത്തു നിന്നുള്ള ആളുകൾ കൂട്ടത്തായിട്ട് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വലിയ വെല്ലുവിളി നേരിടുകയും ചെയ്യുന്നത്. എന്തായാലും കർശനമായ രീതിയിൽ തന്നെയാണ് പോലീസിൻ്റെ പരിശോധന നഗരത്തിൻ്റെ വിവിധ ഇടങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതിന് പ്രത്യേക ചുമതല SIമാർക്ക് നൽകുകയും ചെയ്തിരുന്നു. 50 SIമാരടങ്ങുന്ന സംഘത്തെയാണ് ഇതിനായി വിന്യസിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കർശനമായ പരിശോധന തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. രാവിലെ വിവരങ്ങൾ പങ്കുവെക്കുന്നു. കൊച്ചിയിലും കർശനമായ പരിശോധനകൾ നടക്കുന്നു. കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മറ്റ് ചില വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് പോയാൽ കോഴിക്കോട് നഗരത്തിൽ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണം കർശനമാക്കും. ഉറവിടമറിയാത്ത കേസുകൾ വർദ്ധിച്ചതോടെയാണ് നഗരത്തിലേക്ക് എത്തുന്ന ആളുകളെ നിയന്ത്രിക്കാനുള്ള തീരുമാനം. ഇന്നലെ 3 കുട്ടികൾ ഉൾപ്പെടെ 6 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കോഴിക്കോട് നഗരത്തിൽ സമ്പർക്കത്തിലൂടെ കോവിഡ് സ്ഥിരീകരിച്ചതോടെയാണ് നിയന്ത്രണങ്ങൾ ശക്തമാക്കുന്നത്. നഗരത്തിലെ കണ്ടെയ്ൻമെന്റ് സോണിലുള്ള PT ഉഷ റോഡിലെ ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്കാണ് രോഗം സ്ഥിരീകരിച്ചവരിൽ 5 വയസ്സിൽ താഴെയുള്ള 3 കുട്ടികളുമുണ്ട്. രോഗം സ്ഥിരീകരിച്ചവർ കൂടുതൽ സ്ഥലങ്ങളിൽ യാത്ര ചെയ്തതിനാൽ സമ്പർക്ക പട്ടികയിൽ കൂടുതൽ പേരുണ്ടാവാൻ സാധ്യതയുണ്ട്.
തൂങ്ങി മരിച്ച ശേഷം കോവിഡ് ബാധ സ്ഥിരീകരിക്കപ്പെട്ടയാൾ ഇവർ താമസിക്കുന്ന ഫ്ളാറ്റിലാണ് ജോലി ചെയ്തിരുന്നത്. ഫ്ളാറ്റിൽ താമസിക്കുന്ന 31 പേരുടേതടക്കം 100ഓളം സ്രവ സാമ്പിളുകൾ പരിശോധിച്ചിരുന്നു. എന്നാൽ ഇയാളുടെ കുടുംബാംഗങ്ങൾക്കാർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടില്ല. ഈ നിയമങ്ങളും സിസ്റ്റംസ് നല്ല സിസ്റ്റംസാണ് നമുക്കുള്ളത്. ആ സിസ്റ്റംസ് മൊത്തം പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ സിസ്റ്റംസ് ഫോളോ ചെയ്യില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവും. സോ പൊതുവെ നമ്മൾ കുറച്ചും കൂടി കൂടുതൽ ജാഗ്രത ഉണ്ടാവണം തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാവരും ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു കുറച്ച് ട്രാവൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന ഒരു സാധ്യത ഉണ്ട്. വലിയങ്ങാടി, സെൻട്രൽ മാർക്കറ്റ്, പാളയം ബസാർ, SM സ്ട്രീറ്റ് എന്നിവിടങ്ങളിലൊക്കെ നിയന്ത്രണം കർശനമാക്കും. വലിയങ്ങാടിയിലെ വ്യാപാരിക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ ഇവിടെ കടകൾക്ക് ഷിഫ്റ്റ് സമ്പ്രദായം നടപ്പാക്കാനും ആലോചിക്കുന്നുണ്ട്. ഇന്നും ഉറവിടമറിയാത്ത കേസുകൾ റിപ്പോർട്ട് ചെയ്താൽ കൂടുതൽ സ്ഥലങ്ങൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കും. ന്യൂസ് 18 കോഴിക്കോട്. തുടർച്ചയായ 3-ാം ദിവസവും സംസ്ഥാനത്ത് 200-ലേറെ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്നലെ 225 പേർക്കാണ് കോവിഡ്. 38 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ഉണ്ടായി. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 22 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. രോഗം ബാധിച്ചവരിൽ 117 പേർ വിദേശത്തു നിന്നും 57 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവരാണ്. 126 പേർക്ക് രോഗം ഭേദമായി. അതേസമയം കോവിഡ് ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. എറണാകുളം തോപ്പുംപടി സ്വദേശിയായ 66-കാരൻ യൂസഫ് സൈഫുദ്ദീനാണ് മരിച്ചത്. ജൂൺ 28-ാം തീയതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. കൊച്ചി ബ്രോഡ്വേയിലെ വ്യാപാരിയായിരുന്നു. ന്യൂമോണിയ ബാധിച്ച് ഗുരുതര അവസ്ഥയിലായിരുന്നു. ഇതോടെ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 26 ആയി. മഹാരാഷ്ട്രയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 2 ലക്ഷം കടന്നു. പുതുതായി 6555 പേർക്കാണ് രോഗബാധ. 24 മണിക്കൂറിനിടെ സംസ്ഥാനത്ത് 151 പേരാണ് മരിച്ചത്. ആകെ മരണസംഖ്യ 8822 തമിഴ്നാട്ടിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 1500 കടന്നു. 60 പേരാണ് ഇന്നലെ മാത്രം മരിച്ചത്. 4150 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു. രോഗബാധിതരുടെ എണ്ണം 1,11,151. ഡൽഹിയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 1 ലക്ഷത്തിന് അടുത്തായി. 2244 പേർക്കാണ് 24 മണിക്കൂറിനിടെ ഡൽഹിയിൽ രോഗം. മരണസംഖ്യ 3067. രാജ്യത്ത് രോഗം ഭേദമായവരുടെ നിരക്ക് 60.77% ഉയർന്നു. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 1,15,00,000 മരണം 5,30,000 കടന്നു. തുടർച്ചയായ 4 ദിവസങ്ങളിലും അമേരിക്കയിൽ 1,00,000-ലധികം പേർക്ക് വൈറസ് ബാധ കണ്ടെത്തിയതോടെ രോഗബാധിതരുടെ എണ്ണം 30 ലക്ഷത്തിലേക്ക് അടുക്കുന്നു. ബ്രസീലിലും സ്ഥിതി മാറ്റമില്ലാതെ തുടരുന്നു. 16.25 ലക്ഷത്തിലധികമാണ് രാജ്യത്ത് രോഗബാധിതർ. 2ാം ഘട്ട വൈറസ് വ്യാപന ആശങ്കയിൽ സ്പെയിനിലെ ഗാലിസിയയിലും ഇസ്രായേലിലും കസാഖിസ്ഥാനിലും വീണ്ടും ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. ഇനി മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. മഹാത്മാഗാന്ധി സർവകലാശാല തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ വെച്ച് നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. മറ്റ് ജില്ലകളിലേക്കുള്ള പരീക്ഷാ കേന്ദ്രങ്ങളിലെ പരീക്ഷകൾക്ക് മാറ്റമില്ല. കേരള സർവകലാശാല കോർപ്പറേഷൻ പരിധിയിലെ പരീക്ഷകൾ മാറ്റി. PSC ഓഫീസിലെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും മാറ്റം. തിരുവനന്തപുരം നഗരത്തിലെ PSC പരീക്ഷകളും പിന്നീട്. ഷംന കാസിം ബ്ലാക്ക്മെയിൽ കേസിലെ 7ാം പ്രതി ഷെറീഫിന്റെ ഭാര്യ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പ്രതികൾക്കെതിരെ മൊഴി നൽകിയില്ല എങ്കിൽ കേസിൽ പ്രതി ചേർക്കുമെന്ന് പോലീസ് ഭീഷണിപ്പെടുത്തുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഹർജി. പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ മുന്നിൽ നഗ്നതാ പ്രദർശനം നടത്തിയെന്ന കേസിൽ രഹന ഫാത്തിമ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. രഹനയ്ക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന് സർക്കാർ അറിയിച്ചിരുന്നു. ഇടവേള. ടിപ്പ് നൽകാനുള്ള അധികാരത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ വിധി പറയും. വിധി വന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അവിശ്വാസത്തിന് നീക്കം നടത്തുമെന്നതാണ് ജോസഫ് വിഭാഗത്തിന്റെ നിലപാട്. അതേസമയം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിധിയെ കാര്യമായി കാണുന്നില്ല എന്നാണ് ജോസ് വിഭാഗത്തിന്റെ നിലപാട്. അകലംകുന്നം ഉപതെരഞ്ഞെടുപ്പിൽ വിപ്പ് നൽകാനുള്ള PJ ജോസഫിന്റെ അധികാരം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തൽക്കാലത്തേക്ക് മരവിപ്പിച്ചത് ജോസ് കെ മാണി വിഭാഗത്തിന്റെ പരാതി പരിഗണിച്ചുകൊണ്ടായിരുന്നു. ഇതിൽ ഇരുവിഭാഗത്തെയും വാദം കേട്ട ശേഷമാണ് വിധി. ജോസ് കെ മാണി വിഭാഗത്തെ മുന്നണിയിൽ നിന്ന് പുറത്താക്കിയതായി ജോസഫ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിരുന്നു. ഇതുകൂടി പരിഗണിച്ച ശേഷമാണ് നാളെ വിധി പറയുന്നത്.
സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിധിക്ക് ഇനി പ്രസക്തിയില്ല എന്നാണ് ജോസ് വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചിഹ്നതർക്കത്തിൽ ഉടൻ വിധി പറയുമെന്നും ജോസ് വിഭാഗം നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. വിപ്പ് സംബന്ധിച്ച് വിധി വന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജോസിനെതിരെ നീക്കം നടത്താനാണ് ജോസഫ് തീരുമാനിച്ചിരിക്കുന്നത്. പാല ഉൾപ്പെടെയുള്ള നഗരസഭകളിൽ ഇതിനകം നീക്കം തുടങ്ങിക്കഴിഞ്ഞു. ചിഹ്നം സംബന്ധിച്ച് വിധി വരുന്നതോടെ പാർട്ടിയുടെ പേരടക്കമുള്ള കാര്യങ്ങൾ ആർക്ക് എന്ന കാര്യത്തിൽ ഉടൻ വ്യക്തത വരും. വിധി പ്രതികൂലമായാൽ LDF പ്രവേശനത്തിനായി ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ പുതിയ പാർട്ടി രൂപീകരിക്കും. ന്യൂസ് 18 കോട്ടയം. നിശ പാർട്ടി നടത്തി വിവാദത്തിലായ ക്രഷർ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത് അനധികൃതമായി ഖനനം നടത്തി എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അടച്ചുപൂട്ടിയ സർക്കാർ ഭൂമിയിലെ പാറമടയിൽ ക്രഷർ യൂണിറ്റിന്റെ പ്രവർത്തനത്തിന് വേണ്ട അനുമതി ലഭിച്ചിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചും വ്യക്തതയില്ല. 2017 പാറമടയ്ക്കെതിരെ സബ് കളക്ടർ നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പ് ന്യൂസ് 18 കിട്ടി. ചതുരംഗപ്പാറ വില്ലേജിലെ സർവേ നമ്പർ 39/21 ഉൾപ്പെട്ട 2 ഏക്കർ സർക്കാർ പുറമ്പോക്ക് ഭൂമിയാണ് മുമ്പ് പാറ ഖനനത്തിനായി ലീസിന് നൽകിയിരുന്നത്. 2017 റവന്യൂ വകുപ്പ് നടത്തിയ അന്വേഷണത്തിലാണ് സർക്കാർ നിർദ്ദേശിച്ചിരുന്നതിലും കൂടുതൽ പാറ ഇവിടെ നിന്നും ഖനനം ചെയ്തതായി കണ്ടെത്തിയത്. 74,000 ഘനമീറ്റർ പാറ ഇവിടെ നിന്നും അനധികൃതമായി ഖനനം നടത്തി കടത്തിക്കൊണ്ടുപോയി. ഇത് സംബന്ധിച്ച് അന്നത്തെ ദേവികുളം സബ് കളക്ടർ ഇടുക്കി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പാറമടയുടെ പ്രവർത്തനം നിർത്തിവെക്കുന്നതിന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇത്തരത്തിൽ അനധികൃത പ്രവർത്തനം നടത്തിയതിനെ തുടർന്ന് അടച്ചുപൂട്ടിയ പാറമട ക്രഷർ യൂണിറ്റിനെന്ന പേര് തുറന്നിരിക്കുന്നത് സർക്കാർ അനുമതിയോടെയല്ലെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. രാഷ്ട്രീയ പിൻബലവും പണത്തിന്റെ സ്വാധീനവും ഉപയോഗിച്ച് യാതൊരു അനുമതിയുമില്ലാതെയാണ് ക്രഷർ യൂണിറ്റ് ആരംഭിച്ചിരിക്കുന്നത്. ക്രഷറിന്റെ മറവിൽ പാറ ഖനനത്തിനാണ് നീക്കമെന്നും അതിനാൽ പാരിസ്ഥിതിക ദുർബല പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പാറമടയുടെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെക്കുന്നതിന് അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും പരിസ്ഥിതി പ്രവർത്തകരും ആവശ്യപ്പെട്ടു. ന്യൂസ് 18 ഇടുക്കി. കോവിഡ് വ്യാപനം കുതിച്ചുയരുന്നതിനിടെ കോവിഡ് പ്രതിരോധ സാമഗ്രികൾ മാത്രം വിറ്റഴിക്കാനായി കട. മാസ്കുകൾ, സാനിറ്റൈസറുകൾ തുടങ്ങി കോവിഡ് പ്രതിരോധത്തിന് വേണ്ടതെല്ലാം കൊച്ചിയിലെ ഈ കടയിലുണ്ട്. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് സമീപമുള്ള ഈ കടയിൽ കോവിഡ് പ്രതിരോധ സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. 1000 ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തൃതിയുള്ള കടയിൽ മാസ്കുകൾ, സാനിറ്റൈസറുകൾ തുടങ്ങി PPE കിറ്റുകൾ വരെ ലഭ്യം. വിവിധ ബ്രാൻഡുകളിലുള്ള മാസ്കുകൾക്കാണ് ആവശ്യക്കാരേറെ. ഹോട്ടൽ രംഗത്ത് പ്രവർത്തിക്കുന്ന മലബാർ പ്ലാസ ഗ്രൂപ്പിൻ്റെതാണ് സ്ഥാപനം. റെസ്റ്റോറൻറ്റുകളിൽ നിന്നുള്ള വരുമാനം കുത്തിനിടിഞ്ഞപ്പോഴാണ് ഇത്തരമൊരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചത്. മറ്റുള്ള പല ബിസിനസ്സും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതെല്ലാം ഇപ്പം പ്രതിസന്ധിയിലാണ് കിടക്കുന്നത്. അപ്പം പൊതുവായിട്ട് ഇങ്ങനെ ഒരു മാസ്കിൻ്റെ പരിപാടി ഇന്നത്തെ സാഹചര്യത്തിൽ ഇതാണ് നല്ലതെന്ന് തോന്നി. അതുകൊണ്ട് ഇത് തുടങ്ങി. എൻ്റെ അടുത്ത് ഇവിടെ ഒരു കട കാലിയായി കിടക്കുന്നുണ്ടായിരുന്നു. 10,000 സ്ക്വയർ ഫീറ്റ് കട ഉണ്ടായിരുന്നു. കോവിഡ് പ്രതിരോധം ജീവിതശൈലിയുടെ തന്നെ ഭാഗമാകുമ്പോൾ എല്ലാം ഒരിടത്ത് നിന്ന് ലഭിക്കുന്നതിൻ്റെ ആശ്വാസത്തിലാണ് ഉപഭോക്താക്കളും. ഈ ഒരു കടയിൽ തന്നെ വന്ന എല്ലാം ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട സാനിറ്റൈസറും മാസ്കുകളും പല മാസ്കുകളും ഇപ്പോഴത്തെ രീതിയിലുള്ള ട്രെൻഡിൽ ഫാഷൻ മാസ്കുകളും എല്ലാം കിട്ടുന്നു എന്നുള്ളത് ഒരു സൗകര്യമാണ് കടയിൽ. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ടും ഇവിടെ വന്നത്. 5 രൂപ മുതൽ 1000 രൂപ വരെ വിലമതിക്കുന്ന മാസ്കുകൾ കടയിലുണ്ട്. കുടുംബശ്രീ പ്രവർത്തകർ നിർമ്മിക്കുന്ന മാസ്കുകൾക്കായി ഒരു ഭാഗം മാറ്റിവെച്ചിട്ടുമുണ്ട്. ന്യൂസ് 18 കൊച്ചി. കോവിഡ് കാലത്ത് തിരിച്ചെത്തുന്ന പ്രവാസികളുടെ ജീവിതം പ്രമേയമാക്കിയ ഹ്രസ്വചിത്രം അകലം ശ്രദ്ധേയമാകുന്നു. എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗം N അരുണാണ് തിരക്കഥയും സംവിധാനവും നിർവഹിച്ചത്. പ്രൊഫസർ പാർവതി ചന്ദ്രനും N അരുണും ചേർന്നാണ് കഥയൊരുക്കിയത്. രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലെ സാമൂഹ്യ ദുരിതങ്ങളും മനുഷ്യ സമീപനത്തിലെ മാറ്റങ്ങളുമാണ് പ്രമേയം. മാമ്പഴ പുളിശ്ശേരി ഉണ്ടല്ലോ അല്ലേ? പിന്നില്ലാതെ. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നവര് നിരീക്ഷണത്തിൽ ഇരിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ടിവിയിൽ ന്യൂസൊക്കെ കണ്ടിട്ട് പേടിയാവുന്നു. നാളെ മുതൽ ഫ്ലൈറ്റ് ഒന്നുമില്ല. ഇനിയിപ്പോ ഹരിയേട്ടനെപ്പോഴും തിരിച്ചു വരാൻ പറ്റുക? ചലച്ചിത്ര സംവിധായകരായ MA നിഷാദ്, സോഹൻ സീനുലാൽ, ചലച്ചിത്ര താരം സരയു മോഹൻ, CN പ്രകാശ് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. വിനു പട്ടാട്ട് ക്യാമറയും അഖിൽ AR എഡിറ്റിംഗും നിർവഹിച്ചു. പാർവതി ചന്ദ്രന്റെ വരികൾക്ക് മനീഷ് തമ്പാൻ ഈണമിട്ടു. ഇന്ദുലേഖ വാര്യരും മനീഷ് തമ്പാനുമാണ് ഗായകർ. ഫോണിൽ കിടന്നും രോഗം പകരിലിടാ. സർക്കാർ സാമൂഹിക അകലം പാലിക്കണമെന്നാ പറയുന്നത്. പക്ഷെ നമ്മുടെ ആളുകൾ മാനസികമായിട്ടങ്ങ് അകറ്റിക്കളയാണല്ലോ. ഇതാണോ അകലം? ന്യൂസ് 18 കോതമംഗലം. ഒരു കപ്പ് വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്